KGF കണ്ടിട്ട് ഓനാണ് ഏറ്റവും വലിയ നായകൻ എന്ന് കരുതി നടക്കുന്നത്. ഇപ്പൊ ചാമ്പിക്കോടെ കാലമല്ലേ, അള്ളാഹു കാക്കുമാറാകട്ടെ. എല്ലാം ചാമ്പിക്കോ, അതാ ഇപ്പൊ ചാമ്പല നടക്കണേ. ചെറുപ്പക്കാര് മുഴുവനും കളവന്മാര് വരെ എല്ലാ കുറച്ചുപേരിങ്ങനെ ഇരിക്കും, ഒരുത്ത ഇങ്ങനെ നെളിഞ്ഞു വന്ന് കയറി ഇരുന്നിട്ട് ചാമ്പിക്കോ, നിന്നെയൊക്കെ നാളെ അള്ള എടുത്തിട്ട് ചാമ്പുന്നത് കാണാം. അള്ളാഹു കാക്കുമാറാകട്ടെ. തന്നെ ഇതൊന്നും പറയാൻ പറ്റത്തില്ല, എന്തെങ്കിലും പറഞ്ഞാൽ ഇപ്പം ആൾക്കാർ ഏറ്റെടുക്കും. അള്ളാഹു കാക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നബിതങ്ങളുടെ മുന്നിൽ വന്നിട്ട് പറഞ്ഞു, ഒരു പിടി മണ്ണ് വാരണം നബിയെ. അള്ളാഹുവിന്റെ ഖുർആൻ തന്നെ ചോദിക്കുന്നുണ്ട്, നീ പിന്നെ എന്താ വിചാരിച്ച സ്വർഗത്തിൽ ഓസിന് കയറി പോകാൻ പറ്റുമെന്നോ? അല്ല ഖുർആനിൽ കൂടെ തന്നെ ചോദിക്കുന്നുണ്ട്, ഈ സ്വർഗം നീ ഓസിന് കയറി പോറ്റാൻ പറ്റുന്ന ഊട്ടിയാണെന്ന് വിചാരിച്ചോ? അള്ളാന്റെ സ്വർഗത്തിൽ പോകണമെങ്കിൽ ഇത്തിരി കഷ്ടപ്പാടുണ്ട് വാപ്പാ. നീ വിചാരിച്ചു ഓസിനി ഉസ്താദന്മാര് പടച്ചവനെ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെയും മിസ്അബിന്റെയും ബിലാലിന്റെ ഒക്കെ ചരിത്രം പറഞ്ഞത് പിരിക്കാനാണെന്നാ നീ കരുതി? അത് ഉസ്താദന്മാര് പിരിവ് നടത്താൻ പറഞ്ഞ ചരിത്രമാണെന്നാ നീ കരുതി? അല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഖുറൈശികൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് സഹാബത്ത് പോകുമ്പോ അവരോട് പറഞ്ഞു, എടാ ഈ നാട്ടിൽ നിന്നുണ്ടാക്കിയത് മുഴുവനും ഇവിടെ ഇട്ടിട്ട് നീയും നിന്റെ അള്ളാഹും മുഹമ്മദും കൂടെ പൊക്കോ, ഒന്നും കൊണ്ടുപോണ്ട. എന്താ പറഞ്ഞേ? നീയൊക്കെ ഈ മക്കത്ത് കിടന്ന് അധ്വാനിച്ചുണ്ടാക്കിയ സർവ്വത് ഇവിടെ ഇടടാ, എന്നിട്ട് ഇട്ടിരിക്കണ വസ്ത്രത്തോടെ നീയും നിന്റെ റബ്ബ് മുഹമ്മദും പൊക്കോ. അവര് പറഞ്ഞു, ഇന്നാടെ എടുത്തോളാം, ഞങ്ങൾക്കൊന്നും വേണ്ട, എനിക്ക് അള്ളാഹും നബിയും മതിയെന്ന്. അവരെന്ത് പറഞ്ഞേ? എനിക്ക് പറമ്പും വേണ്ട, ജാഗയും വേണ്ട, ബിൽഡിങ്ങും വേണ്ട, ഒന്നും വേണ്ട, അല്ല മതി, ഇതാ ഇന്നല്ല എന്ന് പറഞ്ഞു വാരി ഇട്ടിട്ട് പോയി. അങ്ങനെ പോയപ്പോ അള്ളാഹ് അവരെ സഹായിച്ചു. ഒന്നുമില്ലാതെ ഉടുതുണിയും ഇട്ടുകൊണ്ടുപോയ സഹാബത്ത് മദീനത്ത് ചെന്നപ്പോ 2 വീടുള്ളവൻ 1 വീട് കൊടുത്തു, നീ എടുത്തോ. 2 തോട്ടമുള്ളവൻ കൊടുത്തു, വീട്ടിൽ 2 നിലയുള്ളവൻ സൗകര്യമുള്ളവൻ നീ ആ റൂമിൽ കടന്നോ. ചരിത്രം പറയുന്നു, 1-ൽ കൂടുതൽ ഭാര്യമാരുള്ളവർ തലാക്ക് പറഞ്ഞിട്ട് ഭാര്യ കെട്ടിച്ചു കൊടുത്തു. അള്ള സഹായിക്കുന്നത് അങ്ങനെ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. നമ്മളോ വരണ്ട ചെറിയ നിയമങ്ങള്, ചെറിയ ഓലപ്പടക്കം പൊട്ടിച്ചപ്പോഴേ നമ്മൾ പേടിച്ചു. ഇനി അമുട്ടും മിസൈലും വരാൻ കിടക്കണല്ലേ ഉള്ളു. ഇനി എന്തൊക്കെ വരാൻ കിടക്കും? ഇതൊക്കെ തുടക്കമല്ലേ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തിനാ ഭയപ്പെടുന്നത്? എടാ ചെറുപ്പക്കാരാ, എന്തായാലും ഒരു ദിവസം മരിക്കുമല്ലോ. എന്തിനാ നമ്മളിങ്ങനെ ഭയപ്പെടുന്നത്? എന്തിനാ നമ്മൾ പേടിക്കുന്നത്? എടാ ജനിച്ചപ്പോഴേ ബാങ്ക് വിളിച്ചല്ലോ, ഒരു ചെവിയിൽ ഇഖാമത്ത് കൊടുത്തല്ലോ, ഇന്ന് വരെ അതിന്റെ നിസ്കാരം നടന്നിട്ടില്ല. നിസ്കരിക്കണമെങ്കിൽ ബാങ്കും ഇഖാമത്തും കൊടുക്കണമല്ലോ. പക്ഷേ ജനിച്ചപ്പോഴേ ബാങ്കും ഇഖാമത്തും കൊടുത്തത് ഏത് നിസ്കാരത്തിന് വേണ്ടിയെന്നറിയോ? നിന്റെ മയ്യത്ത് നമസ്കാരത്തിന് വേണ്ടിയാ. കാരണം സമയമില്ല. മരിച്ചാ കുളിപ്പിച്ച് നിസ്കരിച്ച് കബറടക്കണം, ബാങ്ക് വിളിക്കാൻ പോലും സമയമില്ല. എടോ, ഉമ്മയുടെ വയറ്റിൽ കിടന്നപ്പോഴേ അല്ല നിന്റെ മരണം നിശ്ചയിച്ചിട്ടില്ലേ? സിറാജ് ഉമ്മയുടെ ഗർഭാശയത്തിൽ കിടന്നു മാസങ്ങൾ പ്രായമായപ്പോഴേ ഞാൻ ഈ ദുനിയാവിൽ എവിടെ കിടന്ന് എങ്ങനെ മരിക്കുമെന്ന് എന്റെ റബ്ബ് തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. ആർക്കാടാ തടയാൻ പറ്റുന്നത്? ആർക്കാ എന്നെ അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ പറ്റുന്നത്? പേടിക്കുന്നത് എന്തിനാണ്? മഹാനായ സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു തആല അൻഹു, പടച്ചവനെ സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു തആല അൻഹുവിനെ ഹജ്ജാജ് എന്ന് പറയുന്ന ക്രൂരനായ ഭരണാധികാരിയുടെ മുന്നിലേക്ക് പിടിച്ചു കെട്ടി കൊണ്ടുപോവുകയാണ്. അവിടുന്ന് മതം മാറാൻ പറഞ്ഞു. ഹജ്ജാജ് പറഞ്ഞു, മതം മാറാ, നീ ഞങ്ങളുടെ കൂടടാ സഈദ്. അവിടുന്ന് തയ്യാറായില്ല. നീയൊക്കെ എന്ത് പറഞ്ഞാലും ഞാൻ നിങ്ങളുടെ കൂടെ കൂടില്ലടാ. പടച്ചവനെ, ഹജ്ജാജിന്റെ ആൾക്കാരുടെ മുന്നിൽ വെച്ചെങ്ങനെ പറഞ്ഞത് അവൻ അത്ര അങ്ങ് രസിച്ചില്ല. അവനെന്തേ എല്ലാവരും കൂടി തീരുമാനിക്കുകയാണ്, ഇവനെ എല്ലാവരുടെ മുന്നിൽ വെച്ചിട്ട് വേണം ഇവനെ കൊല്ലാറ്. ഹജ്ജാജിന്റെ അനുയായികൾ എന്ത് ചെയ്തെന്നറിയോ? സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു തആല അൻഹു, സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു തആല അൻഹുവിന്റെ കൈകാലുകൾ കെട്ടിയിട്ട് അവിടുന്ന് കഴുത്ത് വെട്ടുന്ന സ്ഥലത്ത് കൊണ്ടുവന്ന് കിടത്തിയിരിക്കുകയാ. അവിടുന്ന് കഴുത്ത് വെട്ടുന്ന സ്ഥലത്ത് കൊണ്ടുവന്ന് കിടത്തിയിരിക്കുകയാണ്. പടച്ചവനെ, ഹജ്ജാജ് തങ്ങളുടെ തലവെട്ടാൻ ഒരുത്തം വരുമ്പോ അവന്റെ മുഖത്ത് നോക്കിയിട്ട് ചിരിക്കുകയാ. അവന്റെ കൈവിറച്ചുപോയി. ഹജ്ജാജ് പറഞ്ഞു, ഞാൻ വെട്ടാം. പടച്ചവനെ,
ഹജ്ജാജ് മഹാനായ സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു തആല അൻഹുവിന്റെ തല വെട്ടുന്നതിന് വേണ്ടി കടന്നു വരുമ്പോ ഹജ്ജാജിന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുകയാണ്. ഒരു പേടിയില്ലടാ ചെറുപ്പക്കാരാ, തല വെട്ടുമ്പോഴും ഒരു ഭയമില്ലടാ. എന്തിനാ പേടിക്കുന്നത്? ഹജ്ജാജിന് പോലും അത്ഭുതം തോന്നി. സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു തആല അൻഹുവിന്റെ തല വെട്ടി മുറിക്കുകയാ. പൈപ്പ് പൊട്ടിയിട്ട് വെള്ളം ഒഴുകുന്നത് പോലെ രക്തമങ്ങ് തെറിക്കുകയാണ്. അതാ ചരിത്രം പറയുകയാണ്, ഹജ്ജാജ് അതാ ജനങ്ങളെ വെട്ടിക്കൊല്ലുന്ന സ്ഥലം മുഴുവനും നിറഞ്ഞ് രക്തം വെളിയിലേക്ക് ഒഴുകുകയാ. ആദ്യമായിട്ടാണ് ആ സ്ഥലം നിറഞ്ഞ് രക്തം വെളിയിലേക്ക് ഒഴുകുന്നത്. ഹജ്ജാജിന് അത്ഭുതമായി. സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു തആല അൻഹുവിനെ വധിച്ചു കഴിഞ്ഞപ്പോ അവിടുന്ന് തന്റെ വൈദ്യന്മാരെ വിളിക്കുകയാണ്. എന്നിട്ട് ഹജ്ജാജ് ആരും കേൾക്കാതെ ചോദിക്കുകയാ, ഇന്ന് വരെ ആരെ കൊന്നപ്പോഴും ഈ സ്ഥലത്ത് നിന്ന് രക്തം വെളിയിലേക്ക് ഒഴുകിയിട്ടില്ല. ഇന്നുവരെ നമ്മൾ ആരെ കൊന്നാലും ഈ സ്ഥലത്ത് നിന്ന് രക്തം വെളിയിലേക്ക് പോയിട്ടില്ല. ആദ്യമായിട്ടാണ് രക്തം വെളിയിലേക്ക് പോകുന്നത്. കാരണമെന്താ? ആ സമയത്ത് വൈദ്യന്മാര് പറഞ്ഞു കൊടുത്തു, നമ്മൾ ആരെ കൊല്ലാൻ കൊണ്ടുവന്നാലും തല വെട്ടുന്നതിന് മുമ്പേ അവൻ ചത്തിട്ടുണ്ടാകും. പേടിച്ച് മരിച്ചിട്ടാ കൊണ്ടുവരുന്നേ. നമ്മൾ ആരുടെ തല വെട്ടാൻ വരുമ്പോഴും അവന്റെ തല വെട്ടി മുറിക്കുന്നതിന് മുമ്പേ അവൻ മരിച്ചിട്ടുണ്ടാകും. പിന്നെ ചുമ്മാതാ വെട്ടുന്നേ. പക്ഷെ ഈ ചെറുപ്പക്കാരനുണ്ടല്ലോ, ഓ മരിക്കുമ്പോഴും ചിരിച്ചോണ്ടാ കിടക്കണേ. ഒരു പേടിയുമില്ല, അവനൊരു ഭയവുമില്ല. അതുകൊണ്ടാ ഇത്രയും രക്തം. എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹ് ഹൃദയത്തിന്റെ അകത്ത് കയറിയ പിന്നെ അള്ളാഹനല്ലാതെ ആർക്കും പേടിയില്ല. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ആ ഈമാനാണ് സഹോദര നമുക്ക് വേണ്ടത്. ആ ഈമാനാണ് നമുക്ക് വേണ്ടത്. നമുക്കെന്തേ നമ്മൾ നോക്കുന്നത് പടച്ചവനെ എല്ലാ സംസ്ഥാനവും അവര് പിടിക്കുന്നല്ലോ. എടോ, ബദർ ദിനം ആഘോഷിച്ചവരല്ലേ നമ്മള്? ബദരീങ്ങളെ അനുസ്മരിച്ചവരല്ലേ നമ്മള്? 313 സഹാബത്ത്. പടച്ചവനെ കയ്യിൽ 7 ഒട്ടകം, കുതിര എത്ര കയ്യിലെണ്ണാവുന്ന കുതിരകൾ, ഒടിഞ്ഞ വാള്, തുരുമ്പിച്ച പരിച, വയറ്റി വല്ല ഉണ്ടോ? ഒന്നുമില്ല. എന്നാ മറുഭാഗത്ത് 1000-ഓളം വരുന്ന 700 ഒട്ടകങ്ങൾ, പടച്ചവന് കുതിരകൾ, ആയുധങ്ങൾ, ഗാനമേള നടത്തി കള്ളു കുടിച്ച് ഒട്ടകത്തെ വെട്ടി അരിഞ്ഞ് തിന്നു സുഖിച്ചിട്ട് 1000കണക്കിന് വരുന്ന സൈന്യം മറുഭാഗത്ത്. ആരാ ജയിച്ചേ? ബദറാകട്ടെ, ഉഹദാകട്ടെ, ഹന്തക്കാകട്ടെ, ഹൈബറാകട്ടെ, തബൂക്കാകട്ടെ, യർമൂക്കാകട്ടെ, നീ ഏത് യുദ്ധം വേണമെങ്കിലും എടുത്തു നോക്കിക്കോ, ഒരിടത്തും ഭൂരിപക്ഷം ജയിച്ചില്ല, ന്യൂനപക്ഷമാ ജയിച്ചേ. അതിന്റെ ചരിത്രമല്ലേ ഇത്? ഇവിടെ നമ്മൾ എന്തിനാ പേടിക്കുന്നത്? ബദറിന്റെ രണാങ്കണത്തിലേക്ക് പോകുന്ന ഒരു സഹാബി നബിതങ്ങളുടെ മുന്നിൽ വന്നിട്ട് പറഞ്ഞു, നബിയെ, എന്റെ കയ്യിൽ ഒന്നുമില്ല നബിയെ യുദ്ധം ചെയ്യാൻ. വാളുമില്ല, പരിചയമില്ല, ഒട്ടകവും ഇല്ല, കുതിരയില്ല, ഒന്നുമില്ല. നബിതങ്ങൾ താഴെ കടന്ന ഒരു ഈന്തപ്പന മരത്തിന്റെ മടലെടുത്ത് കൈ കൊടുത്തു. നബിതങ്ങൾ, നിങ്ങൾ ചരിത്രം വായിച്ചു നോക്ക്, താഴെ കടന്ന ഒരു ഈന്തപ്പന മരത്തിന്റെ മടലെടുത്ത് കൈ കൊടുത്തു. ഇതും കൊണ്ടാ യുദ്ധത്തിന് പോയേ. ആ സഹാബി പറയുന്നു, ഞാൻ ചെന്ന് നോക്കുമ്പോ വാളായി മാറിയുന്ന ആ മടല് പോലും. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എടോ, അള്ളാഹ് നമ്മുടെ കൂടെ ഇല്ലേ? നമ്മൾ എന്തിനാ പേടിക്കണേ? അള്ളാഹ് ഉണ്ടല്ലോ നമ്മുടെ കൂടെ. അള്ളാഹ് ആരെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോകാൻ തീരുമാനിച്ചപ്പോ ശൈത്താൻ തന്നെ പോയിട്ട് എല്ലാവരോടും പറഞ്ഞു, മുഹമ്മദ് നാട് വിടാൻ പോകുന്നു, ഇന്ന് ലാസ്റ്റ് ദിവസവ, കൊല്ലണമെങ്കിൽ കൊന്നോ, ഇനി നിനക്കൊന്നും കിട്ടൂല. എല്ലാരിടത്തും പോയി പറഞ്ഞു കൊടുത്തു. അവസാന നിബിതങ്ങളുടെ വീട് മുഴുവനും വളഞ്ഞു ശത്രുക്കൾ. വലിയ വലിയ ഗോത്രങ്ങളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട യോദ്ധാക്കൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട് വളഞ്ഞ് വെളിയിലിറങ്ങിയ വെട്ടണം, ആർക്ക് വേണമെങ്കിലും വെട്ടാം. വാളും പിടിച്ച് എല്ലാവരും തയ്യാറായി വീടിന്റെ ചുറ്റുഭാഗത്ത് നിൽക്കുമ്പോ നബിതങ്ങള് മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിച്ചു, അലിയെ, ഞാൻ കടക്കണ സ്ഥലത്ത് നീ കടക്കുവോ? ആ ചങ്ങാതിയുടെ ധൈര്യം ഒന്ന് നോക്കിക്കേ. നബിതങ്ങൾ ചോദിക്കണം, ഞാൻ കടക്കണ സ്ഥലത്ത് നീ കടക്കും? ഞാൻ കടക്കാൻ നബി, എനിക്കെന്താ പേടി? നബിതങ്ങൾ അവസാനം വീട്ടിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങാൻ പോകുമ്പോ അതാ വരുന്ന മുഖറബുൽ അംലാഖു മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, നബിയെ, വാതില് തുറക്കുന്നതിന് മുമ്പ് ഒരു പിടി മണ്ണ് വാരണം. KGF കണ്ടിട്ട് ഓനാണ് ഏറ്റവും വലിയ നായകൻ എന്ന് കരുതി നടക്കുന്നത്. ഇപ്പൊ ചാമ്പിക്കോടെ കാലമല്ലേ? അള്ളാഹു കാക്കുമാറാകട്ടെ. എല്ലാം ചാമ്പിക്കോ, അതാ ഇപ്പൊ ചാമ്പല നടക്കണേ. ചെറുപ്പക്കാര് മുഴുവനും, കളവന്മാര് വരെ എല്ലാം കുറച്ചുപേര് ഇങ്ങനെ ഇരിക്കും. ഒരുത്തൻ ഇങ്ങനെ നെളിഞ്ഞു വന്ന് കയറി ഇരുന്നിട്ട് ചാമ്പിക്കോ. നിന്നെയൊക്കെ നാളെ അള്ള എടുത്തിട്ട് ചാമ്പുന്നത് കാണാം. അള്ളാഹു കാക്കുമാറാകട്ടെ.
തന്നെ ഇതൊന്നും പറയാൻ പറ്റത്തില്ല. എന്തെങ്കിലും പറഞ്ഞാൽ ഇപ്പം ആൾക്കാർ ഏറ്റെടുക്കും. അല്ലാഹു കാക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നബി തങ്ങളുടെ മുന്നിൽ വന്നിട്ട് പറഞ്ഞു, ഒരു പിടി മണ്ണ് വാരണം നബിയെ. മണ്ണ് വാരിയിട്ട് സൂറത്തു യാസീൻ വജഅൽനാ മിൻ ബൈനി ഐദീഹിം സദ്ദാ വമിൻ ഖൽഫിഹിം സദ്ദാ, ഈ ആയത്ത് ഓതിയിട്ട് ഈ മണ്ണിൽ ഊതണം, വാതിൽ തുറക്കണം, എല്ലാ ഭാഗത്തേക്കും വലിച്ചെറിയണം, ഇറങ്ങിപ്പൊക്കോണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാനം യാത്രയ്ക്ക് വേണ്ടി ഇറങ്ങുമ്പോൾ ഒരു പിടി മണ്ണ് വാരിയിട്ട് ഈ ആയത്ത് ഓതിയിട്ട് ഊതി വാതിൽ തുറന്നു 4 ഭാഗത്തേക്കും വലിച്ചിറങ്ങിയിട്ട് യോദ്ധാവിനെ പോലെ അവന്മാരുടെ കണ്ണിന്റെ മുന്നിൽ കൂടെ ഇറങ്ങിപ്പോയി. ജിബ്രീൽ AK-47 അല്ല കൊണ്ടുകൊടുത്തത്, അല്ലെങ്കിൽ വല്ല ആറ്റം ബോംബ് ഒന്നും കൊണ്ടുകൊടുത്തില്ല. എടോ, മുസ്ലിമിന്റെ കാൽ ചുവട്ടിൽ കിടക്കുന്ന ഒരു പിടി മണ്ണ് മതിയടോ. അതാ മുസ്ലിമിന്റെ കാൽ ചുവട്ടിൽ കിടക്കുന്ന ഒരു പിടി മണ്ണ് മതി നമുക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവന്മാരുടെ കണ്ണിന്റെ മുന്നിലൂടെ ഇറങ്ങിപ്പോയി. പിന്നെയും ചരിത്രം പറയുന്നില്ലേ, അള്ളാഹുവിന്റെ പ്രവാചകനും അബൂബക്കർ സിദ്ദീഖ് തങ്ങളും കൂടെ ഗുഹയ്ക്കകത്ത് മുത്തുനബി അബൂബക്കർ തങ്ങളുടെ മടിയിൽ തലവെച്ച് കിടക്ക. അബൂബക്കർ തങ്ങളുടെ കൈകാല് വിറയ്ക്കുന്നുണ്ട്, പേടിച്ച് വിറയ്ക്കുന്നുണ്ട്. മുത്തുനബി ഞെട്ടി ഉണർന്നു. എന്തു പറ്റി അബൂബക്കറെ? നബിയെ മുകളിലേക്ക് നോക്കിക്കേ, ശത്രുക്കൾ എത്തിക്കഴിഞ്ഞു. നബിയെ മുകളിലേക്ക് നോക്ക്, ശത്രുക്കൾ എത്തി. അവരുടെ കയ്യിലിരിക്കുന്ന വാളിന്റെ വെളിച്ചം ഇതിനകത്ത് അടിക്കുന്ന നബിയെ. താഴേക്കെങ്ങാണം നോക്കിയ നമ്മളെ പിടിക്കും, നമ്മളെ കൊല്ലും നബിയെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിരിക്കുകയാ. അള്ളാഹുവിന്റെ പ്രവാചകനോട് പറഞ്ഞു, നബിയെ നമ്മളെ പിടിക്കും നബിയെ. അവരെങ്ങാടവന്റെ കാലിലേക്ക് നോക്കിയാൽ നമ്മളെ പിടിക്കുമല്ലോ, നമ്മളെ വധിക്കുമല്ലോ. അള്ളാഹുവിന്റെ പ്രവാചകനെ ചിരിക്കുകയാണ്, പുഞ്ചിരിക്കുകയാണ്. യാ റസൂലല്ലാഹ്, എന്തിനാ നബിയെ ചിരിക്കുന്നത്? എന്തിനാ നബിയെ ചിരിക്കുന്നത്? അബൂബക്കറെ, നമ്മൾ രണ്ടുപേരും മാത്രമല്ല, മൂന്നാമതൊരാള് കൂടെയുണ്ട്. നമ്മൾ രണ്ടുപേരും മാത്രമല്ല ഇതിനകത്തുള്ളത്, മൂന്നാമനായിട്ടൊരാളുണ്ട് അബൂബക്കറെ. അതാരെന്നറിയുവോ? ഈ ലോകത്തിന്റെ അധിപനായ അല്ലാഹ് നമ്മുടെ കൂടെയുണ്ട്. ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ, അല്ലാഹ് നമ്മുടെ കൂടെയില്ലേ അബൂബക്കറെ? നീ എന്തിനാ പേടിക്കുന്നത്? ഈ മുകളിൽ നിൽക്കുന്നവൻ വിചാരിച്ചാൽ അവന്റെ കാലിലേക്ക് നോക്കാൻ പറ്റില്ല. അവൻ താഴേക്ക് നോക്കണമെങ്കിൽ അവൻ വിചാരിച്ചാ പോരാ, അല്ലാഹ് വിചാരിക്കണം അബൂബക്കറെ. അതുകൊണ്ട് ഈ സദസ്സിലിരിക്കുന്നവരോട് പറയുകയാ, നിങ്ങൾ ഈമാനിനെ പരീക്ഷിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലൂടെയാ നമ്മൾ കടന്നു പോകുന്നത്. ഭയപ്പെടുത്താനാ നോക്കുന്നത്. അല്ലാഹു തന്നെ ഖുർആനിലൂടെ പറഞ്ഞതെന്തെന്നറിയുമോ? വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖസിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരി സ്വാബിരീൻ الذين إذا أصابتهم مصيبة قالوا إنا لله وإنا إليه راجعون. ഇത് അല്ലാഹ് തന്നെ പറഞ്ഞതല്ലേ? ഇത് അല്ലാഹ് തന്നെ പറഞ്ഞതല്ലേ? മുസ്ലിമേ, നിന്നെ പരീക്ഷിക്കുമടാ. അല്ലാഹ് പറയുകയാ, നിന്നെ ഞാൻ പരീക്ഷിക്കും. എങ്ങനെ പരീക്ഷിക്കുമെന്നറിയോ? വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫ്, ഭയം തന്നെ ഞാൻ നിന്നെ പേടിപ്പിക്കും, നിന്നെ ഭയപ്പെടുത്തും, നിന്നെ കൊല്ലുമെന്ന് പറയും, നിന്നെ ഭയപ്പെടുത്തും. നീ പേടിച്ചു പോകരുത്, നീ ഭയന്നു പോകരുത്. അല്ലാഹു നിന്റെ ഈമാൻ ഉറച്ചതാണോ എന്ന് അല്ലാഹു നിന്നെ പരീക്ഷിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, എന്ത് ചെയ്യണമെന്നറിയോ? ആദ്യം ഈമാൻ ഉറപ്പിക്ക്, ആദ്യം ഈമാൻ ഉറപ്പിക്ക്. നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് ഈമാൻ കേറട്ടെ. ഹിജാബിന്റെ വിഷയം വന്നപ്പോ റോഡിലിറങ്ങുകയാ, ഹിജാബിന്റെ വിഷയം വന്നപ്പോ റോഡിലിറങ്ങുകയാണ്, ഹലാലിന്റെ വിഷയം വന്നപ്പോ റോഡിലിറങ്ങുകയാണ്. ഈ റോഡിലിറങ്ങിയവന്റെ പെണ്ണുമ്പുള്ള ഫർദയോ ഹിജാബോ ധരിക്കാറില്ല. ഹിജാബിന്റെ വിഷയം വന്നപ്പോ ഈ റോഡിലിറങ്ങി പ്രക്ഷോഭം നടത്തിയവന്റെ ഒക്കെ പെണ്ണുമ്പുള്ളമാര് ഹിജാബ് ധരിക്കാറുണ്ടോ? ആദ്യം ചിന്തിക്കേണ്ടത് അവിടെയാ. വെളിയിലിറങ്ങി പ്രസംഗിക്കുന്നവന്റെ ഭാര്യയും മക്കളും ഹിജാബ് ഇടാറില്ല. ഹലാല് ഹറാമ്, നീ എന്ത് ഹലാലാണ് അതിൽ നിന്ന്? നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെയാ. ആദ്യം ദീൻ നിന്റെ വീട്ടിൽ കൊണ്ടുപോവാ.
ആദ്യം നീ നിന്റെ വീട്ടിൽ ദീൻ കൊണ്ടുവാ, നിന്റെ കുടുംബത്തിൽ ദീൻ കൊണ്ടുവാ. ആദ്യം നിന്റെ ദീൻ നിന്റെ വീടിനകത്ത് പ്രാവർത്തികമാക്കുക. അങ്ങനെ വേണം നമ്മൾ പ്രതിരോധിക്കാൻ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു, അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ആദ്യം ദീൻ എവിടാ വേണ്ടത്? നമ്മുടെ വീട്ടിൽ. ആദ്യം മക്കളെ ഹിജാബ് ധരിപ്പിക്കുക. ആദ്യം ഹിജാബ് എന്താണെന്ന് പഠിക്കുക, പിന്നെ ധരിപ്പിക്കാം. ആദ്യം ഹിജാബ് എന്താണ് ഹലാല്, എന്താണ് ഹറാമ് പഠിക്കുക. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. ഞാൻ ഇന്നലെ ഹറാമിന്റെ ഒരു വിഷയം വായിച്ചപ്പോ ഞാൻ ഇങ്ങനെ കണ്ടിട്ടില്ലേ, ഞാൻ ഇന്നലെ ഒരു ഹദീസ് കണ്ടപ്പോ സത്യം പറഞ്ഞ ഇതുവരെ ഇത് മനസ്സിൽ നിന്ന് മാറിയിട്ടില്ല. ഇന്നലെ പ്രസംഗിക്കാൻ വേണ്ടി വിഷയം നോക്കിയപ്പോ മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു തആല ഒരു ചരിത്രം വായിച്ചു. സുബ്ഹാനല്ലാഹ്. ഞാൻ ചിന്തിച്ചു, റബ്ബേ നമ്മളൊക്കെ എങ്ങനെ രക്ഷപ്പെടും? ആ ഒരൊറ്റ ചരിത്രം വായിച്ചപ്പോ, ഒരൊറ്റ ഹദീസ് വായിച്ചപ്പോ ഞാൻ ഇങ്ങനെ അത്ഭുതത്തോടെ ഇപ്പോഴും എന്റെ മനസ്സിൽ ഇങ്ങനെ കിടക്കും, നമ്മളൊക്കെ എങ്ങനെ രക്ഷപ്പെടുമെന്ന്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹൃദയത്തിന്റെ അകത്തിറങ്ങിയാൽ അല്ല തരുന്ന ഒന്നാമത്തെ പ്രതിഫലം, നിനക്ക് അല്ലാതെ വേറെ ആരെയും പേടിയുണ്ടാകില്ല. അള്ളാഹു അങ്ങനെയുള്ള ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു അങ്ങനെയുള്ള ഈമാൻ നൽകുമാറാകട്ടെ. ബക്കറ്റ് പിരിവുണ്ടോ? ഹദീസ് ദാരിമിസ് ബക്കറ്റ് പിരിവുണ്ടോ? ഉണ്ടെന്നോ ഇല്ലെന്നോ? ഉണ്ട്. അൽഹംദുലില്ലാ. എന്റെ പ്രിയപ്പെട്ടവരെ ബക്കറ്റ് എടുത്തോ. എന്റെ പ്രിയപ്പെട്ടവരെ, മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണം. അല്ലേ? ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും ഞാനും നിങ്ങളും പറയും. നമ്മൾ വിചാരിച്ചിരിക്കും നമ്മളെ കൊണ്ട്, ഖുർആൻ പറഞ്ഞല്ലോ, യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അല്ലാഹ് പറഞ്ഞതാ, മുസ്ലിമായിട്ടല്ലാതെ നീ മരിക്കരുത്. മുസ്ലിമായിട്ടല്ലാതെ നീ മരിക്കരുത്. മരിക്കുമ്പോ നീ ഷഹാദത്ത് കലിമ പറഞ്ഞിട്ടേ മരിക്കാവൂ. നമ്മൾ ഉറപ്പിച്ച് നടക്കാ പറയൂന്ന്. എടോ, നമ്മൾ ഉറപ്പിച്ച് നടക്കാൻ നമ്മളിത് പറയുമെന്ന് നിങ്ങൾ ചരിത്രം എടുത്ത് വായിച്ചു നോക്ക്. അള്ളാഹുവേ, എടോ, അത്ര എളുപ്പമുള്ള കാര്യമാണെങ്കിൽ എന്തിനാ മരിക്കാൻ കിടക്കുന്ന മനുഷ്യന് ഷഹാദത്ത് കലിമ ഓർമ്മപ്പെടുത്തുന്നത്? ഏതുറക്കത്തിൽ ചോദിച്ചാലും പറയണ ദിക്റല്ലേ? ഏതൊറക്കത്തിൽ ചോദിച്ചാലും പറയണ ദിക്റല്ലേ? എന്റെ പ്രിയപ്പെട്ടവരെ, അൽഹംദുലില്ലാഹ്, സംഘാടകർ ബക്കറ്റുമായിട്ട് കടന്നു വരികയാണ്. പടച്ചവനെ, ഒരുപാട് പൈസ ചെലവുള്ള പരിപാടിയാണ്. പടച്ച റബ്ബേ, സംഘാടകർ ബക്കറ്റുമായിട്ട് കടന്നു വരുമ്പോ ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും ഭാഗത്തേക്ക് കടന്നു വരുന്നുണ്ട്. എല്ലാവരും ഒരു സദഖ എടുക്കണം. എന്നിട്ട് അല്ലാഹുവോട് പറയണം, അല്ലാഹ്, മരിക്കുന്ന സമയത്ത് ഷഹാദത്ത് കലിമ ഓർമ്മയോടെ പറഞ്ഞു മരിക്കാൻ നീ ഭാഗ്യം തരണേ അല്ലാ, നീ ഭാഗ്യം തരണേ അല്ലാ. അല്ലാഹുവിനോട് നീ ദുആ ചെയ്യണം, അല്ലാഹുവിനോട് പറയണം. വെറുതെ കിട്ടില്ല. മുത്തുനബിയല്ലേ പറഞ്ഞത്, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സദഖ ദുർമരണങ്ങളെ തൊട്ട് രക്ഷപ്പെടുത്തുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. മുസ്ലിം പെൺകുട്ടികൾ ആത്മഹത്യ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. പടച്ചവനെ, കണക്കെടുത്ത് നോക്ക്. മുസ്ലിം സമുദായത്തിൽ ആത്മഹത്യ കുറവായിരുന്നു. പക്ഷേ ഇപ്പൊ ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുന്നത് മുസ്ലിം സമുദായത്തിലാ. പടച്ചവനെ, സദഖ ദുർമരണത്തിന് തടയുമെന്നാണ്. മോശമായ ഈമാനില്ലാത്ത മരണത്തിന് തടയും സദഖ. അതുകൊണ്ട് ബക്കറ്റുമായിട്ട് കടന്നു വരികയാണ്. നിങ്ങൾ ഒരാൾ പോലും ഒഴിവാകരുത്. ഇത് കളിക്കേണ്ട കാര്യമല്ല, ഇത് തമാശയല്ല. ഇപ്പൊ നിന്റെ കയ്യിൽ പിടിച്ചിട്ട് ഇബ്ലീസ് പറയുമോ, കൊടുക്കല്ലേ. 70 ശൈത്താനെ പരാജയപ്പെടുത്താതെ 1 രൂപ ഒരു മനുഷ്യന് സദഖ ചെയ്യാൻ കഴിയില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞല്ലോ. അതുകൊണ്ട് ഇപ്പോഴേ പരാജയപ്പെടുത്ത്. ആ ശപിക്കപ്പെട്ടവനെ പരാജയപ്പെടുത്തി ഈ ബക്കറ്റിന്റെ അകത്ത് നീ സദഖ ഇട്ടാൽ മരിക്കാൻ കിടക്കുന്ന സമയത്ത് നിന്റെ മരിച്ചുപോയ വാപ്പയുടെ രൂപത്തിൽ, നിന്റെ ഉമ്മയുടെ രൂപത്തിൽ കയ്യിൽ വെള്ളവും പിടിച്ചുകൊണ്ട് ഈ ലാനത്താക്കപ്പെട്ട ശപിക്കപ്പെട്ട ഇബ്ലീസ് ഉണ്ടല്ലോ, അതാ നിന്റെ മരണസമയത്ത് നിന്റെ ഇടതുഭാഗത്ത് കടന്നു വരും. ഈമാനെ തട്ടിപ്പറിക്കാൻ, നിന്നെ വഴിപടപ്പിക്കാൻ. ആ സക്കറാത്തിന്റെ അവസ്ഥയിൽ അവൻ കടന്നു വരുമ്പോ അപ്പോഴും നിനക്ക് അവനെ പരിചയപ്പെടാം. അവനെ പരാജയപ്പെടുത്താൻ ഈ സദഖ കൊണ്ട് കഴിയും സഹോദരാ. അതുകൊണ്ട് എല്ലാവരും മനസ്സറിഞ്ഞുകൊണ്ടൊരു സദഖ ചെയ്യൂ. ബക്കറ്റുമായി കടന്നു പോകുന്നവർക്ക് വല്ലാത്ത സ്പീഡാണ്. വേണ്ട സഹോദരാ, നിനക്ക് വീട് പണിയാനല്ല, നിനക്ക് മക്കളെ കെട്ടിക്കാനല്ല, ഒരു നല്ല ലക്ഷ്യത്തിന് വേണ്ടിയാണ്. നിനക്കിതിന് പകരമായി
പകരമാണ് അല്ലാഹു സ്വർഗം തരുന്നത്. അതുകൊണ്ട് സമാധാനത്തോടെ ഓരോ മനുഷ്യന്റെ മുന്നിൽ പോയി നിന്നിട്ട് അല്ലാഹുവേ യാചിക്കുകയാണെന്ന് കരുതണ്ട. ഇതൊരു നന്മയാ, ഇതൊരു നന്മയാ. അല്ലാഹുവേ ആരെല്ലാം ഒരു നല്ല സദഖ കൊടുക്കുന്നുണ്ടോ അവരുടെ ആഖിബത്ത് നന്നാക്കണേ അല്ലാ. ഒരു നല്ല മരണം കൊടുക്കണേ അല്ലാ. ഷഹീദിന്റെ കൂലി കിട്ടുന്ന മരണം കൊടുക്കണേ അല്ലാ. വെള്ളിയാഴ്ച രാവിലോ പകലിലോ ഒരു ഷഹീദിനെ പോലെ മരിക്കാൻ നീ ഭാഗ്യം കൊടുക്കണേ അല്ലാ. മാരകമായ അറുത്തു മുറിക്കുന്ന രോഗങ്ങൾ, ക്യാൻസർ, ട്യൂമർ, കിഡ്നി രോഗം, ലിവർ രോഗം, പടച്ചവരെ നീ കാക്കണേ അല്ലാ. നീ രക്ഷപ്പെടുത്തണേ അല്ലാ. അസ്സദഖത്തു റദ്ദുൽ ബലാ. സദഖ വിപത്തുകളെ തട്ടിമാറ്റുമെന്ന് ആദരമായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എല്ലാവരും ബക്കറ്റ് കൊണ്ടുപോകുന്നവർ ഇത്തിരി സ്പീഡ് കുറച്ചോ, ഇതൊക്കെ സ്വർഗത്തിൽ പോകാൻ അതേ പറ്റത്തുള്ളൂ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. സദഖ എന്തിനെ തട്ടിമാറ്റും? വിപത്തുകളെ തട്ടിമാറ്റും, രോഗങ്ങൾക്ക് ശിഫാ നൽകും. സദഖ ഇതറിയാത്ത ആരും ഇല്ലടോ. ഇപ്പൊ ബക്കറ്റ് മുന്നിൽ വന്നു, നീ കൈകെട്ടിയിരുന്നു. വയത് കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോ മഴ പെയ്ത് കിടക്കുകയാ. വീട്ടിലെ സിറ്റ് ഔട്ടിലേക്ക് കയറിയപ്പോ കാല് തെറ്റിയിട്ട് ചക്ക വീടുന്ന പോലെ ദോ കിടക്കുന്നു. തല പോയി അടിച്ചു, ബോധം പോയി. പൊക്കിയെടുത്ത് മംഗലാപുരത്ത് കൊണ്ടുപോയപ്പോ ഡോക്ടർ പറഞ്ഞു 24 മണിക്കൂർ കഴിഞ്ഞിട്ട് എന്തെങ്കിലും പറയാൻ പറ്റും, സർജറിയൊക്കെ വേണം, പ്രശ്നമാണ്, ഉടനെ വരുന്നു പയ്യക്കയില്. ഉസ്താദെ, മജീദ് ഉസ്താദെ, 2000 നോട്ട് പിടിക്ക്, എന്റെ ഉപ്പ ആശുപത്രിയിൽ അത് വായിച്ചു. അപ്പൊ നിനക്കറിയാം സദഖ ഇത് മാറ്റുന്നു. അപ്പം നിനക്കറിയാം സദഖ ഇത് ഓടി വരും. മുത്തല്ലിങ്ങളെ വിളിച്ചുണർത്ത്, ഉസ്താദെ ദുആ ചെയ്യ് ഉസ്താദെ, എന്റെ വാപ്പ ആശുപത്രിയിലാണ്, ശിഫ വരണം, ഓപ്പറേഷൻ വേണ്ട, രോഗം മാറണം. അപ്പൊ സദഖ കൊടുത്ത് രക്ഷപ്പെടാൻ അപ്പം അറിയാം, അറിയാഞ്ഞിട്ടല്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, എന്തിനാ വീഴുന്നത് വരെ കാത്തിരിക്കുന്നത്? എന്തിനാ വീഴുന്നത് വരെ കാത്തിരിക്കുന്നത്? ആ വീഴ്ചയെ തട്ടിമാറ്റുന്നതാണ് സദഖ എന്ന് നബിയുനാ റസൂലുള്ളാഹി. 3 സ്വലാത്ത്. സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്, യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇടയ്ക്കിടയ്ക്ക് വാച്ചി നോക്കുന്നു. 11:30 ആയതുകൊണ്ടാണോ? ചിലരൊക്കെ വാച്ചിൽ നോക്കുന്നു, എന്റെ മുഖത്ത് നോക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഞാൻ എത്ര മണിക്കാ നിർത്താന്ന് പറഞ്ഞ്? തമാശയ്ക്ക് പോലും കള്ളം പറയരുതെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എന്തിനു പറയരുത്? തമാശയ്ക്ക് പോലും കള്ളം പറയരുതെന്ന് മുത്ത് നബി പഠിപ്പിച്ചത് ഇല്ലേ? ഉമ്മമാര് നബിതങ്ങള് ആരോ ഒരു മുസ്ലിമാണെന്ന് തോന്നുന്നു. നബിതങ്ങൾ ഇങ്ങനെ വീട്ടിൽ കയറി ചെന്നപ്പോ കുഞ്ഞു പുറത്തു നിന്ന് കളിക്കുന്നുണ്ട്. ഉമ്മ പറഞ്ഞു, മോനെ ഇങ്ങു വാ, നിനക്കൊരു സാധനം തരാം. ഉമ്മ എന്ത് പറഞ്ഞു? നസ്ബിന് മാലിക്കാണെന്ന് തോന്നുന്നു, ഒരു സ്വഹാബി. ഉമ്മ തന്റെ മകനോട് പറഞ്ഞു, മോനെ ഇങ്ങു കയറി വാ, ഒരു സാധനം തരാം. അപ്പൊ നബിതങ്ങൾ ചോദിച്ചു, വല്ലതും കൊടുക്കാനാണോ വിളിച്ചേ? ഈത്തപ്പഴത്തിന്റെ പകുതി കൊടുക്കാന്ന് വിചാരിച്ചു നബിയെ. എന്റെ കയ്യിലിരുന്ന ഈ കാരക്കയുടെ ഒരൽപ്പം കൊടുക്കാമെന്ന് ഞാൻ കരുതി, അങ്ങനെ വിളിച്ച്. നബിതങ്ങൾ പറഞ്ഞു, നീ ഒന്നും കൊടുക്കാതെയാണ് അവനെ പറ്റിച്ചതാണെങ്കിൽ അത് തെറ്റ് ചെയ്തതായി, കള്ളം പറഞ്ഞതായി മലക്കുകൾ എഴുതപ്പെടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. വീടിന്റെ പുറത്ത് നിൽക്കണം കുഞ്ഞിന്. നമ്മുടെ പെണ്ണുങ്ങളൊക്കെ മക്കൾക്ക് ഭക്ഷണം കൊടുക്കണ സമയത്ത്, തിന്നു മോനെ, ആകാശത്തിൽ കാണുന്ന അമ്പിളി അമ്മാവനെ പിടിച്ചു തരാന്ന്. ഏത് ഉമ്മയാ ഇത് പിടിച്ചു കൊടുക്ക? ഞാൻ ചിന്തിക്കുന്നത്, ഉമ്മമാര് പറയും, ആ അമ്പിളി അമ്മാവനെ പിടിച്ചു തരാൻ, ചോറിന് നിന്നെ ഞാൻ ഊട്ടി കൊണ്ടുപോകാം, അവിടെ കൊണ്ടുപോകാം, മൊബൈല് തരാം. കള്ളം പറഞ്ഞ് പറ്റിക്കുക നമ്മുടെ മക്കളെ. അത് കള്ളം പറയുന്നതാണ്. അപ്പൊ ഞാൻ എത്ര മണിയാ പറഞ്ഞ? 11:30 ആണോ പറഞ്ഞ? 11:45 പറഞ്ഞ? 11:30. 11:15 പറഞ്ഞ. അപ്പൊ എല്ലാം പോയി. 10 മിനിറ്റ് കൂടുതലായി. അള്ളാഹു കാക്കമാറാകട്ടെ. അള്ളാഹു ആദം നബിയെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയത് നിസ്കരിക്കാത്തതിന്റെ പേരിലായിരുന്നില്ല, ഖുർആൻ ഓതാത്തതിന്റെ പേരിലോ, നോമ്പ് പിടിക്കാത്തതിന്റെ പേരിലോ, സക്കാത്ത് കൊടുക്കാത്തതിന്റെ പേരിലല്ല, വാഗ്ദാനം ലംഘിച്ചതിന്റെ പേരില, കരാറ് ലംഘിച്ചതിന്റെ പേരിൽ. വാക്ക്, യാ ആദം ഉസ്കുൻ അൻത വസൗജുകൽ ജന്ന വകുലാ മിൻഹാ റഗദൻ ഹൈസു ശിഅ്തുമാ വലാ തഖറബാ ഹാദിഹി ശജറ ഫതകൂനാ മിനൽ ളാലിമീൻ. അതുകൊണ്ട് വാക്ക് പാലിച്ചില്ലെങ്കിൽ പിന്നെ വയത് പറഞ്ഞിട്ട് കാര്യമില്ല. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ.
ഇനി നിങ്ങളുടെ ചോയ്സാണ്. എനിക്ക് ഒരെണ്ണം കൂടെ പറയണമെന്നുണ്ട്. നിങ്ങൾ ഇരുന്നാ പറയാം, ഇല്ലെങ്കിൽ ദുആ ചെയ്യാം. എന്തു വേണം? പറയണോന്ന് ആഗ്രഹമുള്ളവരെന്ന് കൈപൊക്കിക്കേ. പിരിവില്ലാത്തത് നിങ്ങൾ രക്ഷപ്പെട്ടു. പിരിവില്ലാത്തത് സംഘാടകൻ ഞാൻ ചോദിച്ചു, മജീദ് ഉസ്താദിനോട് ചോദിച്ചു, ഉസ്താദെ സ്ഥാപനത്തിന് വേണ്ടിയാണോ? അല്ല ഉസ്താദെ. സ്ഥാപനത്തിന് വേണ്ടിയാണോ എന്ന് വെച്ചാൽ അല്ലെന്ന് പറഞ്ഞു. ഇല്ലെങ്കിൽ ഒരു പിരിവെങ്കിലും. എനിക്കാണെങ്കിൽ ഇപ്പൊ പിരിവ് നടത്തി പിരിവില്ലാത്ത വഴുത് ഇഷ്ടമല്ല. അങ്ങനായി മാറി. ഞാൻ ഇങ്ങോട്ട് വഴുതിന് വരുന്ന വഴിയിൽ അവിടെ കാസി അക്കാഡമിയിൽ പരിപാടി ഒന്ന് കയറാൻ പറഞ്ഞു. അവിടെ കയറിയപ്പോഴും 6666 വെച്ച് 7 പേരെ ഇന്ന് മേടിച്ചിട്ടാറുന്നേ. എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ, ചുമ്മാതെ ഇങ്ങനെ നടന്നാൽ മതിയോ? അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഒരു 15 മിനിറ്റ് 3:45 വരെ ഇരിക്കൂലേ? 12 മണി വരെ ഇരിക്കുമല്ലോ, നീട്ടിയറിയാം. ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ്, അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. ഈ നിക്കണ സഹോദരങ്ങൾക്ക് ഇരിക്കാൻ കസേരയില്ലേ? ദാരിമിസ്താദെ കസേര ഇല്ലാഞ്ഞിട്ടാ പാവങ്ങൾ നിക്കണേ. ഒന്ന് അവിടെങ്കിലും കൊണ്ടിട്ടൂടാ, പാവങ്ങൾ ഇരിക്കട്ടെ. ആ ഓഫീസ് റൂമിന്റെ മുന്നിൽ ഇരിക്കുന്നവരെ പറഞ്ഞൂടെ കസേര വിറക്കിക്കൊണ്ടിട്ടൂടെ. അൽഹംദുലില്ലാഹ്, അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. അള്ളാഹു ഹൃദയത്തിന്റെ അകത്ത് കയറിയാൽ കിട്ടുന്ന രണ്ടാമത്തെ നേട്ടം, അള്ളാഹു ഹൃദയത്തിന്റെ അകത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ കിട്ടുന്ന രണ്ടാമത്തെ നേട്ടം, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഖുർആൻ പറയുകയാ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അവന് ദുഃഖമില്ല, നിരാശയില്ല, ഒന്നുമില്ല. ദുഃഖവും നിരാശയും അവന്റെ ജീവിതത്തിൽ നിന്ന് മാറി. ഇനി എന്ത് സംഭവിച്ചാലും അവർക്ക് ഒരു പ്രയാസവും ഇല്ലടോ. എന്ത് നഷ്ടപ്പെട്ടു പോയാലും, രോഗമാണെങ്കിലും മരണമാണെങ്കിലും സാമ്പത്തിക നഷ്ടമാണെങ്കിലും എന്തു സംഭവിച്ചാലും നിരാശയില്ല. നമുക്കങ്ങനല്ല. നമുക്ക് പ്രയാസമാ, നമുക്ക് നിരാശയാ. അള്ളാഹുവിന്റെ തീരുമാനമാണ് എന്ന് അംഗീകരിക്കാൻ നമ്മളിൽ പലർക്കും അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഈമാൻ കാര്യം എത്ര ഉണ്ട്? ഈമാൻ കാര്യം എത്രപ്പാ? 6 എണ്ണം. ഒന്നാമത്തത് എന്താ പറയടോ? അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കൽ. 2 അള്ളാഹുവിന്റെ മലക്കുകളെ കൊണ്ട് വിശ്വസിക്കൽ. 3 അള്ളാഹുവിന്റെ മുർസലുകളെ കൊണ്ട് വിശ്വസിക്കൽ. 4 ഖുർആനിനെ കൊണ്ട് വിശ്വസിക്കണം. 5 അന്ത്യദിനത്തിനെ കൊണ്ട് വിശ്വസിക്കണം. 6 അള്ളാനെ വിശ്വാസമുണ്ട്, മലക്കുകളിൽ വിശ്വാസമുണ്ട്, ഖുർആനിൽ വിശ്വാസമുണ്ട്, അല്ലേ? അന്ത്യദിനത്തിൽ വിശ്വാസമുണ്ട്. പക്ഷെ 6ാമത്തെ കാര്യത്തിൽ വിശ്വാസം ഇതുവരെ ആയിട്ടില്ല. 5 കാര്യങ്ങളിൽ എനിക്കും നിങ്ങൾക്കും വല്ലാത്ത വിശ്വാസം. 6ാമത്തെ കാര്യം എന്താ? വൽ ഖദരി ഖൈരിഹി വശരിഹി മിനല്ലാഹി തആല. ദുഃഖവും സന്തോഷവും എല്ലാം അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നാണ് വരുന്നത് എന്ന് വിശ്വസിക്കണം. അവിടെയാ നമുക്ക് തെറ്റുപറ്റിയേ. നീ എന്നത് വിശ്വസിക്കുന്നോ അന്നേ നിന്റെ ഈമാൻ പൂർണ്ണമാകൂ എന്ന് നബിയുനാ റസൂലുള്ളാഹി. അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നാണ് ഇതൊക്കെ ഉണ്ടാകുന്ന. ദുഃഖമാകട്ടെ, സന്തോഷമാകട്ടെ, എന്തുമാകട്ടെ, അത് മരണമാണെങ്കിലും രോഗമാണെങ്കിലും പ്രയാസമാണെങ്കിലും ദുഃഖമാണെങ്കിലും ഇതൊക്കെ അള്ളാന്റെ ഭാഗത്ത് റബ്ബിന്റെ തീരുമാനമല്ലേ? ഉസ്താദെ, ഞാൻ ഏത് വയലിനും പോകും, തഹജ്ജുദ് നിസ്കരിക്കും, പള്ളികൾക്കും മദ്രസകൾക്കും ഞാൻ സദഖ കൊടുക്കും, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞാൻ ചെയ്യും. എന്നിട്ടും അള്ളാഹ് എനിക്ക് ക്യാൻസർ തന്നല്ലോ. എത്ര കൊല്ലമായി ഉസ്താദെ ഒരു വീട് കൊതിച്ച് നടക്കണം, എല്ലാവർക്കും അള്ളാഹ് കൊടുത്തു, എനിക്ക് തന്നില്ല. എത്ര വർഷമായി, 10ഉം 12ഉം വർഷമായി അള്ളാഹ് എനിക്കൊരു കുഞ്ഞ് തന്നില്ലല്ലോ. ആരോടാ പറയണേ? പരാതി പറയാ, അള്ളാഹ് കാണിച്ചത് ശരിയായില്ലെന്ന്. എല്ലാവർക്കും കൊടുത്തു, എനിക്ക് തന്നില്ല. അള്ളാഹ് നീതിമാനല്ലെന്നാ നീ പറയണതിനർത്ഥം. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ നിസ്സാരമായി പറഞ്ഞു കളയുന്ന ഒരു വാക്കാത്. പലരും പറയുന്നത് അള്ളാഹ്ക്ക് എന്തോ എന്നോട് വൈരാഗ്യം ഉണ്ടെന്നാ പറയണേ. അതുകൊണ്ടല്ലേ അള്ളാഹിനെ ഇങ്ങനെ. നമ്മളെങ്ങനെ ചിന്തിക്കണേ? ഉസ്താദെ, ഒന്നിനു പുറകെ ഒന്നൊന്നായിട്ട് പരീക്ഷണം മാറുന്നില്ലല്ലോ ഉസ്താദെ. എത്ര കാലമായി ഒന്നിനു പുറകെ ഒന്നൊന്നായിട്ട് പരീക്ഷണം എന്നെ തേടി ഇങ്ങനെ വരുന്നല്ലോ ഉസ്താദെ. പലരുടെയും പരാതി അതാ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അള്ളാഹുവിന്റെ തീരുമാനങ്ങൾ അംഗീകരിക്കുന്ന റബ്ബിന്റെ തീരുമാനമല്ലേ? അള്ളാഹുവിന്റെ തീരുമാനം അംഗീകരിക്കണം. അല്ലാതെ ഉസ്താദെ എപ്പോ നോക്കിയാലും പ്രശ്നമാണ്, അതെങ്ങനെയാണ്, ബുദ്ധിമുട്ടാണ്, പ്രയാസമാണ്, ദുരിതമാണ്, ഇതാണ്, മറ്റേതാണ്, മറിച്ചേതാണ്, വാതിൽ അങ്ങോട്ട് വെക്കണോ, വീട് ഇങ്ങോട്ട് വെക്കണോ, ബാത്റൂം അങ്ങോട്ട് വെക്കണോ, ഇതൊക്കെയാണ് നമ്മുടെ പ്രശ്നങ്ങൾ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ വിവാദങ്ങൾക്കൊന്നും വരുന്നില്ല. ഞാൻ പണ്ടൊന്ന് കന്നിമൂലയെ കുറിച്ച് പറഞ്ഞതിന്റെ ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ചിലർക്ക് വെറും കന്നിമൂല ഇല്ല എന്നൊന്നും പറയുന്നില്ലടോ. കഅബാലയത്തിന് വരെ കന്നിമൂലയുണ്ട്. പക്ഷെ ഇന്ന് ജനങ്ങൾ വന്നിട്ട് പറയുന്ന അതിലേ കൂടി അടുത്ത് ആരോ വിളിച്ചിട്ട് ചോദിക്കുന്നു, ബാത്റൂമിന്റെ പൈപ്പ് അതിലേ പോകുന്നത് കൊണ്ടാ ഉസ്താദ് ഈ പ്രശ്നം മൊത്തം. ഞാൻ എന്ത് പറയാനാ? എടോ, ഇത് മാത്രമായി പോകരുത്.
വീടിന്റെ അകത്ത് നിസ്കാരവും ഇല്ല, ദിക്റും ഇല്ല. എടോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു 5 കാര്യങ്ങൾ 5 സ്ഥലങ്ങളിൽ ഇരുന്ന് കരയുന്നുണ്ട്. നിന്റെ വീട്ടിൽ സമാധാനമില്ലാത്തതിന്റെ സന്തോഷമില്ലാത്തതിന്റെ കാരണം ഞാൻ പറയാം. 5 കാര്യങ്ങൾ 5 സ്ഥലങ്ങളിൽ ഇരുന്ന് കരയും. ആ കണ്ണുനീര് നിങ്ങൾക്ക് നാശമാ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹ് കാത്തിരക്ഷിക്കുമാറാകട്ടെ. 1 നബിതങ്ങൾ പറയുന്നുണ്ട്, അള്ളാഹുവിന്റെ പള്ളിക്കകത്ത് നിസ്കരിക്കാൻ ആളില്ലെങ്കിൽ പള്ളി കരയും. അള്ളാഹുവിന്റെ പള്ളിക്കകത്ത് നമസ്കരിക്കാൻ ആളില്ലെങ്കിൽ പള്ളി കരയും. പള്ളി കരഞ്ഞ ആ നാട്ടുകാരറിയും. അള്ളാഹു കാക്കുമാറാകട്ടെ. എന്താണെന്നറിയില്ല, ഗൾഫിൽ നിന്ന് വന്നുകൊണ്ടിരുന്നതൊക്കെ അങ്ങ് നിന്നുപോയി. വലിയ പ്രയാസം, രോഗം ഇങ്ങനെ പടരുന്നു. എടോ, അള്ളാഹുവിന്റെ പള്ളിക്കകത്ത് നമസ്കരിക്കാൻ ആളില്ലാതെ വന്നാൽ പള്ളി വിലപിക്കുമെന്ന്. ആ ഒരു കണ്ണുനീര് ആ നാടിന് തന്നെ നാശം. ഒരു പള്ളി ഒരു നാടിന്റെ ഐശ്വര്യമാണ്. ആകാശവും ഭൂമിയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കാര്യമാണ് പള്ളി. ഒരു നാടിന്റെ ഐശ്വര്യമാണ് പള്ളി. പക്ഷെ ആ പള്ളിയിൽ നിസ്കരിക്കാൻ ആളില്ലാതെ വന്നാൽ ആ പള്ളി കരയും. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഇപ്പൊ മൊത്തവും സാമൂഹിക അകലമായതുകൊണ്ട് നിസ്കരിക്കാനും ആളില്ല പള്ളിക്കകത്തെങ്ങും. കൊറോണ വന്നതുകൊണ്ടുള്ള ഉപകാരം, പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വന്നിരുന്നവരൊക്കെ ഇപ്പം മടുത്തു തുടങ്ങി. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. 2, ഒരു വീടിന്റെ അകത്ത് അള്ളാഹുവിന്റെ ഖുർആൻ ഇരിപ്പുണ്ട്. അത് ഓതാതെ വന്നാൽ ഖുർആൻ കരയും. നിന്റെ വീടിന്റെ അകത്ത് സൗദി പോയിട്ട് വന്നപ്പോ കൊണ്ടുവന്നതാ, നിരത്തി അലമാരിക്കകത്ത് വെച്ചിട്ടുണ്ട്. തുറക്കാറുണ്ടോ നീ? ഇന്നത്തെ ദിവസം അള്ളാഹുവിന്റെ ഖുർആൻ കൈകൊണ്ട് തൊട്ടവരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. അള്ളാഹ് മഴ പെയ്യാതെ തന്നെ പടച്ചവൻ പിടിച്ചു നിർത്തിയിരിക്കുക. അള്ളാഹു കാക്കുമാറാകട്ടെ. ആലോചിക്ക്, പത്രം വായിച്ചോ, മൊബൈൽ എടുത്തോ, കാന അടിച്ചോ, അതൊക്കെ ഇഷ്ടം പോലെ നടക്കുന്നുണ്ട് ഉസ്താദേ. അൽഹംദുലില്ലാഹ്. അള്ളാന്റെ ഖുർആൻ, നീ ഒരു മുസ്ലിമാണോടാ ചങ്ങാതി? പരിശുദ്ധമായ ഖുർആൻ, അള്ളാഹുവിന്റെ വിശുദ്ധമായ കലാമ് കൈകൊണ്ടെടുത്താത്ത നീ ഒരു ദിവസം ഒന്ന് ആലോചിക്ക്. നിന്റെ വീടിന്റെ അലമാരിക്കകത്ത് നിരത്തി വെച്ചിട്ടുണ്ട് ഖുർആൻ. ആ ഖുർആൻ നീ എടുക്കാതെ ഓതാതെ വന്നാൽ അത് അവിടെ ഇരുന്ന് കരയും. ആ കണ്ണുനീരാടാ നിന്റെ കുടുംബത്തെ തകർത്ത് കളഞ്ഞത്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഖുർആൻ കരഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ഉസ്താദ് രാവിയാ തന്നെ പോയി. മദ്രസയിൽ പഠിപ്പിക്കുന്ന ഉസ്താദെങ്ങാണ ഒരു വാക്ക് പറഞ്ഞാൽ തന്നെ നിന്റെ കാര്യത്തിൽ തീരുമാനമായി. പിന്നെ ഖുർആൻ ആലോചിക്ക്. അതുകൊണ്ട് ഖുർആൻ വീട്ടിൽ വെക്കണ്ട എന്നല്ല, ഖുർആൻ വെച്ചിരിക്കുന്നവരോട് ഞാൻ പറയുന്നു, 1-ൽ കൂടുതൽ ഖുർആൻ നിങ്ങളുടെ വീട്ടിലുണ്ടോ, എല്ലാ ദിവസവും ഓരോ ഖുർആൻ എടുക്കുക, തുറക്ക്. എല്ലാവരും ഖുർആൻ ഓതുന്നുണ്ട്. മൊബൈലിലായി ഇപ്പൊ ഖുർആൻ ഓതല് മൊത്തവും. സുബ്ഹാനല്ലാഹ്. ഞാൻ ഉപ്പളയിൽ ഒരു കടയിൽ പോയപ്പോ ചെറുപ്പക്കാരൻ പറഞ്ഞു, സിറാജ് ഉസ്താദെ കടയിൽ കച്ചവടമൊന്നുമില്ല. ഞാൻ പറഞ്ഞു, യാസീൻ ഓതണം. ഓതുന്നുണ്ട് ഉസ്താദെ. ആര് ഓതുന്നുണ്ട്? മൊബൈൽ ഓതുന്നുണ്ടെന്ന്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ശരി തന്നെ, മൊബൈൽ ഓതുന്നുണ്ട്. അപ്പൊ മൊബൈലിന് അല്ലാഹു, മൊബൈൽ എന്താ സാധനം? ഇന്നത്തെ മൊബൈലിനെ കുറിച്ചൊന്നും പറയണ്ട. പടച്ചവനെ, വലിയ വലിയ ബാങ്കിൽ പോലും ഇത്രയും ലോക്ക് കാണത്തില്ല. പടച്ചവൻ, ഓരോ ആൾക്കാരുടെ മൊബൈല് തുറക്കണമെങ്കിൽ തന്നെ എത്ര ലോക്ക് വേണമെന്നറിയോ? സ്വർണം വെച്ചിരിക്കുന്ന ബാങ്കിൽ പോലും, കോടികൾ വെച്ചിരിക്കുന്ന ലോക്കറുകൾക്ക് പോലും ഇത്രയും ലോക്കില്ല. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, ഖുർആൻ വീടിനകത്തിരുന്ന് കരഞ്ഞ നിന്റെ വീട് തീരുമാനമാകും. അതുകൊണ്ട് നിർബന്ധമായിട്ടും ഖുർആൻ എടുത്തു വെച്ച് പാരായണം ചെയ്യും, സമാധാനം കിട്ടും. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ നമ്മളെ തേടി വരുന്നുണ്ട്. എന്തുകൊണ്ട്? നമ്മൾ അവിടെയാണ് മനസ്സിലാക്കേണ്ടത്. അള്ളാഹിക്ക് നിന്നോട് വൈരാഗ്യം ഉള്ളത് കൊണ്ടല്ല. അള്ളാഹിക്ക് നിന്നോട് വൈരാഗ്യം ഉണ്ടായിരുന്നെങ്കിൽ നിന്നെയൊക്കെ അള്ളാഹ് ഈ ദുനിയാവി വെച്ചിരിക്കുക നമ്മളെയൊക്കെ.